തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം വാഗ്ദാനങ്ങളും കൽപ്പനകളുമുണ്ട്. എന്നാൽ ആദ്യത്തെ വാഗ്ദാനത്തോടുകൂടിയ കൽപ്പന അത് ഏതാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ വാഗ്ദാനത്തോടുകൂടിയ കൽപ്പന, പ്രോമിസ് വിത്ത് കമാൻഡ്മെൻറ്റ്, അത് ഏതാണ്? ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് അറിയാം, കുറേ പേർക്കൊരു കൺഫ്യൂഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള ഉത്തരം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം നമുക്ക് നൽകും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 12. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പന നമ്മൾ പഠിക്കാൻ പോവാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഒരിക്കൽ കൂടെ വായിക്കാം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 12. ഓണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ സോ ദാറ്റ് യുവർ ഡേയ്സ് മേ ബി ലോങ് ഇൻ ദ ലാൻഡ് ദാറ്റ് ദ ലോർഡ് യുവർ ഗോഡ് ഈസ് ഗിവിങ് യു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? വചനം പഠിപ്പിക്കുന്നത് നീ ദീർഘകാലം ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. വാഗ്ദാനത്തോടു കൂടിയ കൽപ്പന. ഒരു കൽപ്പനയുണ്ട്, ആ കൽപ്പന നിറവേറ്റിയാൽ നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം. എന്താണ് വാഗ്ദാനം? നിനക്ക് ദീർഘകാലം ജീവിക്കാം. എന്താണ് കൽപ്പന? വചനം പഠിപ്പിക്കുന്നു, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അടുത്ത പുസ്തകം, നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം അല്പം കൂടെ വ്യക്തമായി ഈ കാര്യം പഠിപ്പിക്കുകയാണ്. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 2 പ്രസക്തമായ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നീ ദീർഘനാൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? കൊറോണയുടെ ജീവിത ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി മുന്നോട്ട് നീങ്ങുന്ന നിന്നോടാണ് ചോദ്യം. നിനക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? അതുകൊണ്ടല്ലേ വാക്സിനേഷനൊക്കെ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടല്ലേ മരുന്നൊക്കെ കഴിക്കുന്നത്. ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ട്. ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദീർഘനാൾ ജീവിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ഈ ദേശത്ത് നിനക്ക് നന്മയുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകും. എന്തു ചെയ്താൽ? മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ. മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ചില മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അവരുടെ മക്കളെക്കുറിച്ചാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു വചന ശുശ്രൂഷ എൻ്റെ മകനോ മകളോ ആണ് കേൾക്കേണ്ടത്, ഞാനല്ലല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. എന്നാൽ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത് അത് നീ തന്നെയാണ്. കാരണം നീയും ഞാനുമൊക്കെ മകനാണ്, മകളാണ്. ഒരു പക്ഷേ
നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവാം, കിടപ്പ് രോഗികളാവാം, പ്രായമേറിയെത്തിയിട്ടുണ്ടാവാം. എൻ്റെയും നിൻ്റെയും മാതാവിനെയും പിതാവിനെയും കുറിച്ചാണ് ഈ വചനം പറയുന്നത്. മക്കളെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നിൻ്റെ എൻ്റെ മാതാവിനെ പിതാവിനെ ബഹുമാനിച്ചാൽ, ഇതാ വചനം പഠിപ്പിക്കുകയാണ്, നീ ദീർഘനാൾ ജീവിച്ചിരിക്കും എന്ന് മാത്രമല്ല, നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് അനുഗ്രഹമുണ്ടാവും. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഈ വിഷയത്തിന് അല്പം കൂടെ ഒരു ക്ലാരിറ്റി നൽകുന്നുണ്ട്. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1, 2, 3 തിരുവചനങ്ങളാണ്. സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1, 2 and 3. നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാം. വചനം ഇങ്ങനെയാണ്: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. അപ്പോൾ പൗലോസ്ലീഹ ഇത് വായിക്കുന്ന നമ്മളോട് പറയുകയാണ്, കുട്ടികളെ. അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ള കുട്ടികളെക്കുറിച്ചല്ല, ഞാനും നീയും ഒരു കുട്ടിയാണ്. കുട്ടികളെ എന്തു ചെയ്യണം? വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ആ വാക്ക് ശ്രദ്ധിക്കണം, അനുസരിക്കുവിൻ. എന്നിട്ട് അടുത്തതിനോട് ചേർന്ന് പറയുകയാണ്, അത് ന്യായയുക്തമാണ്. അത് ന്യായമായ കാര്യം. അത് ന്യായമായ കാര്യം. ഏത്? മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത്, അനുസരിക്കുക എന്നുള്ളത് ന്യായമായ കാര്യം. അതിനോട് ചേർന്ന് പൗലോസ്ലീഹ തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അവിടെയാണ് പൗലോസ്ലീഹ നമ്മളെ ഈ വചനത്തിൻ്റെ ആഴം പഠിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞു നമ്മൾ എന്തു ചെയ്യണം? അനുസരിക്കണം. രണ്ടാമത് പറയുകയാണ് നമ്മൾ ബഹുമാനിക്കണം. ആദ്യം പറഞ്ഞത് അനുസരിക്കണം, രണ്ടാമത് പറയുകയാണ് ബഹുമാനിക്കണം. അനുസരിക്കുക എന്നുള്ളത് ന്യായമായ കാര്യം, എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ നീ അങ്ങനെയാകരുത്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, നീ അനുസരിച്ചാൽ പോരാ, മറിച്ച് നീ ബഹുമാനിക്കണം. അപ്പം ചിലർക്കൊരു സംശയം, ഈ അനുസരണവും ബഹുമാനവും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മൾ പലരെയും അനുസരിക്കാറുണ്ട്, ബഹുമാനമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ മേലധികാരി അദ്ദേഹം പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. അദ്ദേഹം പറയുമ്പോൾ ഞാൻ അനുസരിക്കുമ്പോൾ തന്നെ പലപ്പോഴും എനിക്കിഷ്ടമില്ല. ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, പിറുപിറുത്തുകൊണ്ട് ചെയ്യുന്നു, അസ്വസ്ഥമായ മനസ്സോടുകൂടെ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നില്ല. അനുസരിക്കുന്നുവെന്ന് കരുതി ബഹുമാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പൗലോസ്ലീഹ എന്താ പറയുന്നത്? നിങ്ങൾ എന്തു ചെയ്യണം? ബഹുമാനിക്കണം. അപ്പോൾ അതിനർത്ഥം എന്താ? ബഹുമാനമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അനുസരണം വന്നുകൊള്ളും. ബഹുമാനമുണ്ടോ അതിൻ്റെ കൂടെ അനുസരണമുണ്ട്. പൗലോസ്ലീഹ മാതാപിതാക്കളെ എന്തു ചെയ്യണമെന്നാണ് പറയണേ? അനുസരിച്ചാൽ മാത്രം പോരാ, അവരെ ബഹുമാനിക്കണം. ബഹുമാനത്തോട് ചേർന്ന് നമുക്കവരെ അനുസരിക്കാൻ സാധിക്കും. ഞാൻ ഈ വിഷയം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ, ഈ കഴിഞ്ഞ നാളിൽ എൻ്റെ ഒരു സുഹൃത്തായ വൈദികൻ ഒരു സംഭവം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ചെറുപ്പക്കാരൻ, അവൻ കല്യാണം കഴിച്ച് അവനൊരു കുട്ടിയുണ്ട്, അവൻ എന്തു ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ല. പലതരം ബിസിനസ് ചെയ്തു, പലതരം ബിസിനസ്, എന്തു ചെയ്തിട്ടും ഒരു പച്ച പിടിക്കുന്നില്ല. ആകപ്പാട് അസ്വസ്ഥനായി അവസാനം ഈ വൈദികൻ്റെ അടുക്കലെത്തി. വൈദിക അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എന്തു ചെയ്തിട്ടും ഒരു മെച്ചം പിടിക്കുന്നില്ല, ആകപ്പാടെ ഗതികെട്ട അവസ്ഥയാണ്. ഇങ്ങനെ പലതും ഈ ചെറുപ്പക്കാരൻ തന്നോട് തന്നെ പറയുകയാണ്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, മകനെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അച്ഛൻ കാണുന്ന ഒരു സന്ദേശം, ദൃശ്യം ഇങ്ങനെയാണ്. ഈ ചെറുപ്പക്കാരൻ പ്രായമുള്ള ഒരാളുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നത് പോലെ. അപ്പോൾ ഉടനെ തന്നെ അച്ഛൻ ചോദിച്ചു, സഹോദര, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നു, ഇതിൽ വല്ല സത്യാവസ്ഥയുണ്ടോ? എന്താണിത്? ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഞാൻ ഒരാളെ കഴുത്ത് ഞെരിക്കുന്നെന്നല്ല കണ്ടത്, അത് മറ്റാരുമല്ല, അത് എൻ്റെ അപ്പനെ തന്നെയാണ്. അപ്പൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നെന്നോ? അതെ, എൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് അപ്പൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനാണ് തോന്നുന്നത്. കാരണം എൻ്റെ അപ്പനെ എനിക്ക് അത്ര വെറുപ്പാണ്. ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇവർ 3 ആൺമക്കളാണ്. ഇവർക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പകാലം മുതൽ അപ്പൻ്റെ കൂടെ കൃഷി സ്ഥലത്ത് അപ്പനെ സഹായിച്ചുകൊണ്ട് നടന്നതെല്ലാം ഈ മകനാണ്. ബാക്കിയുള്ള 2 സഹോദരന്മാരും പഠിച്ച് അത് വ്യത്യസ്തമായ ജീവിത നിലയിലൊക്കെ എത്തി. ഈ ചെറുപ്പക്കാരനാവട്ടെ പഠിക്കാനൊന്നും പോയില്ല, അപ്പൻ്റെ കൂടെയായിരുന്നു. എന്നാൽ കാലം കുറേ കഴിഞ്ഞ് ഈ സഹോദരന്മാരൊക്കെ പഠിച്ച് അവരൊക്കെ നല്ല നിലയിലും പത്രാസിലൊക്കെ തിരിച്ചെത്തി. അവർ കുടുംബത്തിൻ്റെ ഭരണമൊക്കെ ഏറ്റെടുത്തു. അപ്പോഴാണ് അവർക്കുള്ള സ്വത്ത് വീതം വയ്ക്കുന്ന സംഭവത്തിലേക്ക് എത്തിയത്. അപ്പൻ എന്തു ചെയ്തു? പഠിപ്പും പത്രാസും നാട്ടിലൊക്കെ നിലവാരമുള്ള ആ സഹോദരന്മാർക്ക് നല്ലൊരു ഭാഗം എഴുതി കൊടുത്തു. ഈ ചെറുപ്പക്കാരന്, ഈ മകനെ ഈ അപ്പൻ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. ഇതിവന് താങ്ങാൻ പറ്റിയില്ല. ഇവൻ അന്നേ ദിവസം അപ്പൻ്റെ കഴുത്ത് പിടിച്ചൊക്കെ ഞെരിക്കാനൊക്കെ ചെന്നു. അപ്പനോട് അരിശം. അവസാനം അവൻ ആ വീട് വിട്ടിറങ്ങി. വർഷങ്ങളേറെ കഴിഞ്ഞു. ഇപ്പം കല്യാണം കഴിച്ച ഒരു കുട്ടിയുമുണ്ട്. അന്ന് വീട് വിട്ടിറങ്ങിയതാണ്. ഇന്നുവരെ അവൻ ഗതി പിടിച്ചിട്ടില്ല. അവനൊരു രക്ഷയില്ല. അവനങ്ങ് നന്നാവുന്നില്ല. അപ്പോഴാണ് ഇവൻ ഈ അച്ഛൻ്റെ അടുക്കെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, നീ ഇങ്ങനെ ഈ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ആ അപ്പനെ ഇപ്പം കണ്ടാലും ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിക്കും. മറ്റൊരു കാര്യം അറിയോ? ഇവൻ്റെ അപ്പൻ കുറേ നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. മരിച്ചുപോയ ആളെക്കുറിച്ചാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ച വ്യക്തി എഴുന്നേറ്റ് വന്നാലും എനിക്ക് കഴുത്തിന് പിടിച്ച് ഞെരിക്കാനാണ് തോന്നുന്നത്. അത്രയും ദേഷ്യമാണ് അപ്പനെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന അനേകരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ചിന്തകളും ഓർമ്മകളും കടന്നു വരുന്നുണ്ടാവും. മാതാപിതാക്കളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ലഭിക്കുമോ? എന്തു കാരണത്താലും ആയിക്കൊള്ളട്ടെ, മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ, അവരെ അസ്വസ്ഥപ്പെടുത്തി ദുഃഖപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം, മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. ശ്രദ്ധിക്കണം മകനെ, എന്തു ചെയ്യണം? നിന്റെ അപ്പനെ നീ ബഹുമാനിക്കണം. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. തൊട്ടടുത്ത വചനം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 13, അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക, നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ശ്രദ്ധിക്കണേ വചനം. എന്താ വചനം പറയുന്നത്? അവന് അറിവ് കുറവാണെങ്കിലും, ആർക്ക്? നിന്റെ അപ്പന് അറിവ് കുറവാണെങ്കിലും നീ എന്തു ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. പല കാര്യങ്ങളിൽ നമ്മുടെ അപ്പന്മാർക്ക് കുറവുകളുണ്ട്. ഒരുപക്ഷെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുള്ള കുറവുള്ള അപ്പന്മാരുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം ക്ഷയിച്ചു പോയവരുണ്ട്. മാനസികമായി വലിയ ദുഃഖങ്ങളിൽ കഴിയുന്നവരുണ്ട്. പല വിധത്തിലുള്ള കുറവുകളുണ്ട്. ഒരുപക്ഷെ ചില അപ്പന്മാർ മദ്യപിക്കുന്നവരായിരിക്കും. അതൊരു കുറവാണ്, അതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നത്, അവർക്ക് അറിവ് കുറവാണെങ്കിലും നീ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. അവർക്ക് അറിവ് കുറവുണ്ടെന്ന് ഓർത്തുകൊണ്ട് നീ അവരെ അസ്വസ്ഥപ്പെടുത്തരുത്. വചനം പഠിപ്പിക്കുന്നു, നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. നീ എത്ര ബലവാനാണെങ്കിലും
അവനെ നിന്ദിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനേക കുടുംബങ്ങളുടെ തകർച്ചയ്ക്കുള്ള കാരണമാണ് വചനം പഠിപ്പിക്കുന്നത്. അറിവ് കയറി, ശരീരം വളർന്നു, സമ്പത്ത് കയറി, എനിക്കെല്ലാം സാധ്യമാണെന്നുള്ള ചിന്ത വന്നപ്പോൾ അപ്പനും വേണ്ട, അമ്മയും വേണ്ട. അപ്പൻ പറയുന്നതും അമ്മ പറയുന്നതും പിന്നെ മക്കൾക്ക് പുച്ഛമായിട്ട് തോന്നി. ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മളോ നമ്മുടെ മക്കളൊക്കെ പറയുന്നില്ലേ? എന്താ പറയുന്നത്? അപ്പൻ്റെ അമ്മയുടെ ഉപദേശമൊന്നും വേണ്ട, നിങ്ങളൊക്കെ ഓൾഡ് ജനറേഷൻ, ഞങ്ങൾ ന്യൂ ജനറേഷൻ, നിങ്ങൾ പറയുന്നതൊന്നും ഈ കാലഘട്ടത്തിൽ വിലപ്പോവില്ല എന്ന് മാത്രമല്ല, അറിവ് കൂടുന്നതനുസരിച്ച് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും കളിയാക്കുന്ന മക്കൾ വരെ ഉണ്ട്. ഒരു കുടുംബത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രിയപ്പെട്ടവരെ, മക്കൾ പ്രായമായ അപ്പനും അമ്മയുമാണ്. അവർക്ക് കുറേയധികം കുറവുകളുണ്ട്, ശാരീരികമായി തന്നെ കുറേ വീഴ്ചകളുണ്ട്. ഈ മക്കൾ അപ്പനെ അമ്മയും കളിയാക്കുകയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ അപ്പനെ അമ്മയും കുറിച്ച് കളിയാക്കുകയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറേ കുറവുകൾ പബ്ലിക്കായിട്ട് പറഞ്ഞ് അപ്പനെ അമ്മയും കളിയാക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ള മറ്റൊരു ഓർമ്മ പറയാം. ഒരു പ്രസിദ്ധനായ ചെറുപ്പക്കാരനാണ്. അവൻ്റെ അപ്പൻ മദ്യപാനിയാണ്. ഈ ചെറുപ്പക്കാരന് അപ്പനെ എപ്പോഴും മദ്യപാനിയായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ട് അസ്വസ്ഥത. ഒരു ദിവസം മദ്യപിച്ച് വീട്ടിലേക്ക് ഈ അപ്പം വരികയാണ്. ഈ അപ്പന് പണ്ട് പണമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പണമൊക്കെ തീർന്നു. ഇപ്പോൾ കൂട്ടുകാരുടെയൊക്കെ കുറച്ച് പണം മേടിച്ച് ഇപ്പം മദ്യപിക്കും. ആകപ്പാടെ മാനസിക നിലവാരം തെറ്റിയ അവസ്ഥയിലുള്ള ഒരു അപ്പൻ. അപ്പൻ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഈ മകൻ കാത്തിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഈ അപ്പനെ ശകാരിക്കാൻ, നന്നാക്കാൻ. എങ്ങനെയാണ് നന്നാക്കിയെന്നറിയോ? മദ്യപിച്ചു വന്ന അപ്പനെ ഈ മകൻ കട്ടിലെ കെട്ടിയിട്ടു. കെട്ടിയിട്ടതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു? ഇവൻ നല്ല ജിമ്മൊക്കെ എടുക്കുന്ന ചെറുക്കനാണ്. ഇവൻ്റെ കയ്യിൽ ആ ജിമ്മൊക്കെ എടുക്കാനുള്ള കുറച്ച് ഇരുമ്പ് ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളെടുത്ത്, ആ ഡംബൽസൊക്കെ എടുത്ത് ഇവൻ അപ്പൻ്റെ 2 കാൽമുട്ടുകളും ഇടിച്ചിടിച്ച് ചതച്ചു. അപ്പനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇറങ്ങി നടക്കരുത്. ആ അപ്പൻ കുറേ നാൾ കിടപ്പിലായിരുന്നു, പിന്നീട് മരിച്ചു. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടുകൂടെ ഈ സംഭവം പറയുമ്പോൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നൊരു മനുഷ്യൻ മുറിയുടെ മുമ്പിൽ വന്നിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. അച്ഛാ, എൻ്റെ വീട്ടിൽ മടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ വലിയൊരു മുഴച്ചു നിൽക്കുന്ന അവസ്ഥ. എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ തലേ ദിവസം ഒരു പാത്രം എടുത്ത് അടിച്ചതാണ് അച്ഛാ എൻ്റെ ഇവിടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇറങ്ങിപ്പോടാന്ന്. അപ്പനായ എന്നോട് അവൻ പറയാണ്, നീ ഇറങ്ങിപ്പോടാന്ന്. അച്ഛാ, എനിക്ക് പണമില്ല, എൻ്റെ ഭാര്യ നേഴ്സാണ്, അവളുടെ വരുമാനം കൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ കുടുംബം നടന്നു പോകുന്നത്. അവളും മക്കളും ഒറ്റക്കെട്ടാണ് അച്ഛാ. എന്നിട്ട് എന്നെ പുറത്താക്കി, എന്നെ ശാരീരികമായി പീഡിപ്പിക്കും. എന്നോട് എപ്പോഴും പറയും, നീ ഇറങ്ങിപ്പോടാ. നീ എന്നാണ് വിളിക്കുന്നത് തന്നെ. അപ്പ എന്നോ ഡാഡി എന്നോ എന്നെ വിളിക്കത്തില്ല, നീ എന്നാണ് വിളിക്കുന്നത്. അച്ഛാ, വലിയ പ്രായമൊന്നുമില്ല, +2 പഠിക്കുകയാണ്. +2 പഠിക്കുന്ന മകൻ അപ്പൻ്റെ തലക്കടിച്ച് വീർത്ത മുഖവുമായിട്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊറ്റപ്പെട്ട സംഭവമല്ല. ഞാനിത് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ ധ്യാന വിഷയമാക്കണം. വചനം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വചനം. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അടുത്ത വചനം, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ നിലനിൽക്കുന്നതും ഇളക്കുന്നതും എങ്ങനെയാണ്? വചനം പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. കത്തോലിക്ക സഭ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇത് കൃത്യമായിട്ട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. അതിൻ്റെ 2215-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്, മാതാപിതാക്കളോടുള്ള ബഹുമാനം അവരോടുള്ള കൃതജ്ഞതയിൽ നിലനിൽക്കുന്നു. അവരോടുള്ള ഈ ബഹുമാനം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അവരോടുള്ള ബഹുമാനം, കൃതജ്ഞത, നന്ദി ഉണ്ടായിരിക്കണം. വന്ന വഴി മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ,
നമ്മളൊക്കെ വളർന്ന് ആരോഗ്യമായി, ബുദ്ധി വളർന്നു, പണമുണ്ടായി, എല്ലാം തികഞ്ഞെന്ന് കരുതരുത്. വന്ന വഴി മറന്നു പോകരുത്. ഒരമ്മയും മകളും തമ്മിലുള്ള ഒരു വാക്പോര്, ആ യുദ്ധത്തിനിടയിൽ ഈ അമ്മ മകളോട് പറഞ്ഞു, പൊന്നുമോളെ, നീ ഞാൻ പറയുന്നത് കേൾക്കണം. ഇടി, നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ആയല്ലോ, നിനക്കിപ്പോൾ ആരോഗ്യമായി, നിനക്കിപ്പോൾ ജോലിയായി, ഒക്കെ ശരിയാ, പക്ഷേ നീ വന്ന വഴി മറക്കരുത്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്നെ പ്രസവിച്ചു, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ ദൗത്യം ചെയ്തു. എന്നെ പഠിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് അമ്മയുടെ ജോലിയാണ്, അതമ്മ ചെയ്യണം. അപ്പോൾ ഈ അമ്മ വീണ്ടും പറയാം, അങ്ങനെയല്ല മോളെ, 9 മാസം നീ എൻ്റെ ഉദരത്തിലുണ്ടായിരുന്നല്ലോ, നിന്നെ ഞാൻ നൊന്തു പെറ്റതല്ലേ. ഉടനെ ഈ പെണ്ണെന്താ പറഞ്ഞതെന്നറിയോ? അമ്മേ, ഞാൻ ചെക്കിൽ എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എഴുതിത്തരാം. എത്ര രൂപയ്ക്ക് അമ്മ കഷ്ടപ്പെട്ടിട്ടുള്ളേ? 9 മാസം, അത്രയല്ലേ ഉള്ളൂ. 9 മാസത്തെ കൂലി എത്ര വേണം, ചെക്കിൽ എഴുതി ഒപ്പിട്ട് തരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടപ്പാട് എന്താണ്? എന്താണ് നമ്മുടെ കടപ്പാട്? എല്ലാ വർഷവും നമുക്കറിയാം ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാറ്റസ് ഇടും നമ്മളൊക്കെ, അല്ലേ? അമ്മയോടും അപ്പനോടും ചേർന്നിരിക്കുന്ന നല്ല പുഞ്ചിരിക്കുന്ന മുഖം. അതിൽ മാത്രമാണോ നമ്മുടെ കടമ തീരുന്നത്? അതിനപ്പുറം നമ്മുടെ അപ്പനോടും അമ്മയോടും എന്തെങ്കിലുമൊക്കെ കടപ്പാടുണ്ടോ? അവരെ ബഹുമാനിക്കുന്നുണ്ടോ? അവർക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിലും ഇതൊരു ധ്യാന വിഷയമാക്കുക. എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളോടുള്ള കടമ എന്താണ്? മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കുക, നിൻ്റെ മാതാപിതാക്കളോടുള്ള കടമ നീ നിറവേറ്റിയിട്ടുണ്ടോ? വചനം പഠിപ്പിക്കുന്നു, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇത് ശ്രദ്ധിക്കണം. പിതാവിനെ ബഹുമാനിക്കുന്നവനെ എന്തു ചെയ്യും? അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ മക്കൾ. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിന് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് തന്നെ ചിന്തിക്കണം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടോ? അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നുണ്ടോ? ഇതില്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കില്ല. എത്ര വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിലും കരിസ്മാറ്റിക്കാരനാണെങ്കിലും എത്ര ഉപവാസം എടുത്താലും നീ എത്ര ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിച്ചാലും മാതാപിതാക്കളെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത് തിമോത്തിയോസിൻ്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം. വചനം എങ്ങനെയാണ്? നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. ശകാരിക്കരുത്. നിന്നേക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ശകാരിക്കരുത്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുവചനം. വചനം എങ്ങനെയാണ്? അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെ അമ്മയും പ്രാകിയാൽ എന്തു പറ്റും? കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? കൂരിരുട്ടിലല്ലേ വിളക്ക് വേണ്ടത്? ആവശ്യം വരുമ്പോൾ പ്രകാശം ഉണ്ടാവില്ല, ആവശ്യം ഉണ്ടാകുമ്പോഴത്തേക്കൊരു നന്മയുണ്ടാവില്ല. കാർന്നോന്മാരുടെ അനുഗ്രഹം നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടാവണം. മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ട് അവരുടെ സങ്കടം കൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല. ചിലപ്പോൾ തോന്നും അവരെ തോൽപ്പിച്ചിട്ട് അവരുടെ മേൽ, അല്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ സമ്പാദിച്ച് അവരുടെ മേൽ ഒന്നും നേടുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു വചനം കൂടെ പഠിക്കാം. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനം. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും, കഴുകന്മാർ തിന്നും. അപ്പോൾ ചിലർ ചിന്തിക്കും, കഴുകന്മാരോ മലങ്കാക്കയോ എവിടെ? പ്രിയപ്പെട്ടവരെ, വചനം അത്ര കഠിനമായ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാരുണമായ അന്ത്യം. ദാരുണമായിരിക്കും.
നമ്മുടെ കുടുംബത്തിൽ, ചുറ്റുവട്ടത്തുള്ള കുടുംബത്തിൽ, നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഈ വിഷയം ഈ നാളുകളിൽ ഒന്ന് പഠിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് പലതരത്തിലുള്ള പ്രചോദനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് നമുക്ക് നന്ദിയോടുകൂടെ പ്രാർത്ഥിക്കാം. അവരെ ബഹുമാനിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവരെ ബഹുമാനിക്കാം. അതുകൊണ്ട് വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയായ പുറപ്പാട് പുസ്തകം നമ്മുടെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നമ്മൾ ഒരിക്കലും മറക്കരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൃപ നമുക്ക് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. ആമേൻ.